നമ്മൾ പോലും അറിയാത്ത വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ശാന്തത, ഒരു സമാധാനം, സന്തോഷമൊക്കെ വരും. അതാണ് ദേവി ഉപാസകരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു റീസെൻ്റായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ദിവസമാണ് ഈ പറഞ്ഞ ഭരണി. നമ്മൾ നമ്മുടെ ഉള്ളിൽ ദേവിയെ ഈ രീതിയിലൊക്കെ പതുക്കെ ആ മന്ത്രങ്ങളൊക്കെ ഒന്ന് ചൊല്ലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദേവിയുമായിട്ട് നമുക്കൊരു സൗഹൃദം ഉണ്ടാക്കാൻ സാധിക്കും. ദേവി ഉപാസകര് അല്ലെങ്കിൽ ദേവീനെ ഇതുവരെ അപ്രോച്ച് ചെയ്യാത്ത ഒരാളാണെങ്കിൽ പോലും ഈ ഭരണി നാളുകളിൽ ഭരണിക്ക്, അതായത് 5-ാം തീയതി ഒരു ഭരണി വരുന്നുണ്ട്, പിന്നെ അടുത്ത മാസം വരുന്നുണ്ട്. അപ്പോൾ ആ 3 ഭരണി ഒന്നിച്ച് 3 മാസവും നിങ്ങൾ ഇതേപോലെ ചെയ്തു വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നിയോഗം മനസ്സിൽ വയ്ക്കുക, ഇന്നത് എനിക്ക് നേടിത്തരണം അമ്മേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കടും പായസം, ശർക്കര കൂടുതലുള്ള പായസങ്ങളൊക്കെയാണ് ദേവിക്ക് ഇഷ്ടം. അപ്പോൾ അത് പിന്നെ ഭദ്രകാളിയാണെങ്കിൽ കുരുതിക്കൂട്ട് കൊടുക്കുക, അതായത് ചുണ്ണാമ്പ്, ശർക്കര, മഞ്ഞൾ ഇത് ചേർന്ന് കുരുതിക്കൂട്ടെന്ന് പറഞ്ഞാൽ ഒരു 30 രൂപയ്ക്കേ ആവുള്ളൂ. അപ്പോൾ ആ കുരുതിക്കൂട്ട് സമർപ്പിച്ച് നമ്മൾ ദേവിയോട് അപേക്ഷിക്കുക. ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശുഭമായ ഒരു മുഹൂർത്തമാണ് ഭരണി. അപ്പോൾ അത് മകരഭരണിയുണ്ട്, കുംഭഭരണിയുണ്ട്, മീനഭരണിയുണ്ട്. അത് നമുക്കറിയാം. ഇതൊക്കെ അമ്പലങ്ങളിൽ വലിയ കാര്യമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. മകരഭരണിയാണ്, ഉത്സവമാണ്, അങ്ങനെയൊക്കെ കേൾക്കും. പക്ഷെ നമ്മൾ ആ ഉത്സവത്തിൻ്റെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഉത്സവം എന്ന് പറയുമ്പോൾ നമുക്ക് ആഹ്ലാദമാണ്. അതിനപ്പുറത്ത് ഒരു നമ്മുടെ ഇഷ്ടങ്ങളെ സാധിച്ചു തരാനിരിക്കുന്ന ദേവിയുടെ ഇഷ്ടഭാവത്തിലുള്ളൊരു കാര്യം കൂടി ഉണ്ടെന്ന് നമ്മൾ ഓർമ്മിക്കുകയും, സ്വയമായിട്ട് ചെയ്ത് മന്ത്രങ്ങൾ ചെയ്യാനും അതുപോലെ ഉപാസിക്കാനും ഒക്കെ പ്രയാസമുള്ള ആൾക്കാരാണെങ്കിൽ അത് ചെയ്യുന്ന ഏതെങ്കിലും തിരുമേനിമാർ അവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അതിനുള്ള മന്ത്രാർച്ചന വെച്ച് അവർ ചെയ്തു തരും. അതുപോലെ തന്നെ തകിടുകൾ ഉപയോഗിക്കാം ഇതിന്. ഇപ്പോൾ രാജഗോപാലയന്ത്രം, വിദ്യയ്ക്ക് മടിയുള്ള ആൾക്കാരാണെങ്കിൽ അത് ധരിക്കാം. ഈ വശ്യത്തിനുള്ളത് ഇപ്പോൾ സ്വയംവര പാർവതി മന്ത്രം, അത് ത്രിപുര സുന്ദരി യന്ത്രം, ഇതൊക്കെ ജപിച്ച് നല്ല ഉപാസനാ ബലമുള്ള തിരുമേനിമാരാണ് ജപിച്ച് തരുന്നതെങ്കിൽ നമുക്ക് ഇപ്പം തിരക്കുള്ള സമയമാണ്, നമുക്കിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ മടിയല്ല, സമയവും സാവകാശവും ഇല്ലെങ്കിൽ ഈ യന്ത്രങ്ങൾ ഫലം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും, പക്ഷേ അത് ഉപാസനാ ബലമുള്ള ആളായിരിക്കണം ഇത് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. വെറുതെ എവിടെന്നെങ്കിലും ഒരു തകിട് വഴിയിൽ നിന്ന് എവിടെന്നെങ്കിലും ഒക്കെ ബിസിനസ് ട്രിക്കിൽ വാങ്ങിച്ച് ഇട്ടിട്ട് കാര്യമില്ല. ഇങ്ങനെ ഉപാസനാ ബലമുള്ള നമ്മളറിയുന്ന നല്ല സാത്വികനായ ഒരു തിരുമേനിയെ കണ്ട് ഇത് ചെയ്യിച്ചെടുത്ത് അത് ദേവിയുടെ പാദങ്ങളിൽ വെച്ച് നമസ്കരിച്ച് 41 ദിവസമൊക്കെ അങ്ങനെ ചെയ്യുന്നത് എനിക്കറിയാവുന്ന ഒരുപാട് തിരുമേനിമാർ അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട് വളരെ എഫക്റ്റീവായിട്ട്. നമ്മളങ്ങനെ അതൊരു ബിസിനസ്സായിട്ടല്ലാതെ വളരെ നമ്മൾ കൊടുക്കുന്ന ആൾക്കാർക്ക് അതുകൊണ്ടൊരു ഗുണമുണ്ടാണ്. കാരണം ദേവിയെ അറിഞ്ഞുപാസിക്കുന്ന ഒരാളും അതിലൊരു തട്ടിപ്പ് കാണിക്കില്ല. കാരണം ദേവി കണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഉപാസകരെ അത്രയും സാത്വികരായ ആളുടെ കയ്യിൽ നിന്ന് നമുക്ക് ഈ തകിടുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ നമ്മൾ എവിടെ ഇട്ടാലും നമ്മൾ നോൺ വെജ് കഴിക്കുന്നുണ്ടാവും, നമ്മളതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടി എപ്പോഴും തിരക്കുള്ള സ്ഥലങ്ങളിൽ പോകുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ എനർജി ലോസ് ഉണ്ടാകും അതിനകത്തുനിന്ന്. അപ്പോൾ അതുകൊണ്ട് 41 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോഴൊക്കെ അതിനൊന്ന് വീണ്ടും പൂജിക്കാൻ കൊടുക്കുക. 1 വർഷം വരെയാണ് മോസ്റ്റ് പവർഫുള്ളായിട്ട് അത് നിൽക്കുന്നത്. അത് കഴിഞ്ഞാലൊന്ന് മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അതല്ല, ചിലപ്പോൾ ഈ നല്ല ഉപാസന ബലമുള്ള തിരുമേനിമാരാണ്, അവർ പറയും ഇത്രയും കാലമൊക്കെ കുഴപ്പമില്ല, 3 വർഷമൊക്കെ സ്ഥിരമായിട്ടിടാം. അപ്പോൾ ഓരോരുത്തർ ചെയ്യുന്ന ആളുകളുടെ ആ ഒരു ഇതുപോലെ ഇരിക്കും. എന്തായാലും ഈ മന്ത്രങ്ങൾ അത് തകിടായിട്ട് നമ്മളിടുമ്പോഴും അതുപോലെ തന്നെ മന്ത്രങ്ങൾ കൊണ്ട് ദേവിയെ ഉണർത്തുമ്പോഴും ഒക്കെ അത് പ്രത്യേക സമയങ്ങളിൽ പ്രത്യേക രീതിയിൽ നമ്മൾ ഇപ്പോൾ ചുമന്ന വസ്ത്രം ധരിച്ച് ചുമന്ന മാല ദേവിക്ക് കൊടുത്ത് അതിനൊക്കെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ജീവിതത്തിൽ നമ്മൾ പോലും അറിയാത്ത വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ശാന്തത, ഒരു സമാധാനം, സന്തോഷമൊക്കെ വരും. അതാണ് ദേവി ഉപാസകരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു റീസെൻ്റായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ദിവസമാണ് ഈ പറഞ്ഞ ഭരണി. അപ്പോൾ എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ ദേവി ഉപാസനയിൽ ഇപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് പലർക്കും ചിലപ്പോൾ തോന്നിയേക്കാം ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഏതൊരു മന്ത്രമാണെങ്കിലും ചൊല്ലുന്നതിനും ജപിക്കുന്നതിനും ഒക്കെ അതിൻ്റെതായ സമയങ്ങളുണ്ട്. ഇതിൽ ആൺപെൺ വ്യത്യാസം ഉണ്ടോ? അതുകൊണ്ട് ആൺപെൺ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ വീട്ടിലെ അമ്മയ്ക്ക് ആൺമകനോട് പെൺമകൻ അങ്ങനെയൊന്നുമില്ല, അമ്മ അത് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ അതിൽ ലളിതാ സഹസ്രനാമം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇപ്പോൾ
വായിക്കാൻ എല്ലാവരും ഓർക്കും, അയ്യോ ഞാൻ വായിച്ചാൽ അത് ശരിയായില്ലെങ്കിലോ, തെറ്റായാൽ അമ്മ പൊറുക്കുമോ, അങ്ങനെയൊക്കെ വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല. നമ്മൾ അമ്മയെ ഗുരുവായി കണ്ടിട്ട് നമ്മൾ വായിച്ചു തുടങ്ങുക. ഇനി അത് സംസ്കൃതത്തിലെ ശ്ലോകങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നാമാവലിയുണ്ട്. ആ നാമാവലികളിലൂടെ നമ്മൾ ശ്രദ്ധയോടെ, മനസ്സിൽ ശ്രദ്ധയും ദേവിയോട് ഇഷ്ടവും ഭക്തിയും ഉള്ള ഒരു വ്യക്തിക്ക് തനിയെ വഴങ്ങിക്കോളും ഈ നാമങ്ങൾ. അത് നമ്മൾ അത്ഭുതമാണ്. ഞാൻ ചെറുതിലെ എനിക്ക് വല്ലാത്തൊരു ആകർഷണമായിരുന്നു ഇതിങ്ങനെ അമ്മ ചൊല്ലുമ്പോൾ ഇത് ചൊല്ലാനൊരാകർഷണമായിരുന്നു. അപ്പം അമ്മ എപ്പോഴും പറയുമായിരുന്നു, അത് ആരോടെങ്കിലും ഒരു ചിട്ടയായിട്ട് പഠിക്കണം. ഞാനൊക്കെ അങ്ങനെയാണ് പഠിച്ചിരിക്കണേ, ചിട്ടയാൽ. പക്ഷേ എനിക്കെന്തോ ചിട്ടയോട്ട് പഠിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് അല്ലാതെ തന്നെ വായിക്കാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനിത് തനിയെ വായിച്ച് വന്നപ്പോൾ എനിക്കിതെല്ലാം അമ്മ ചൊല്ലുന്ന പോലെ വഴങ്ങി വരുന്നു. അത് ദേവി നമ്മൾ അത്രയും സ്നേഹത്തോടെ അത്രയും ഉത്സാഹത്തോടെ നിൽക്കുമ്പോൾ ദേവി അക്ഷരങ്ങളൊക്കെ നമുക്ക് വഴങ്ങിത്തരും. ആ അക്ഷരങ്ങൾ വഴങ്ങുന്നതോടൊപ്പം തന്നെ ആ മന്ത്രത്തിൻ്റെ ഊർജവും നമ്മളിലേക്ക് വരും. അപ്പം ഈ ദേവി ലളിതാ സഹസ്രനാമം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഊർജമൊക്കെ നമ്മളിലൊരു ഊർജ്ജമുണ്ട്. ആ ഊർജവും ഈ ഊർജവും തമ്മിലുള്ള സിങ്കാവുന്നൊരു സമയമുണ്ട്. ആ സമയത്താണ് നമ്മൾ ശരിക്കും അവാച്യമായൊരു അനുഭൂതി നമുക്കുണ്ടാകും. ദേവി നമ്മളുടെ കൂടെ ഉണ്ട്, നമുക്ക് പറയാനൊരാളുണ്ട്. ഇപ്പോൾ തിരക്കുള്ള ലൈഫായതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരുടെയും സങ്കടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമെന്നൊക്കെ ഉണ്ടാകും. പക്ഷേ ഹസ്ബൻഡ് വരുമ്പോൾ, കുട്ടികൾ വരുമ്പോൾ എല്ലാം സമയമില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം പറഞ്ഞിരിക്കാൻ സമയമില്ലാതെ വരുന്നൊരു സമയത്ത് നമുക്കൊരു ബസ്സിലിരിക്കുമ്പോഴാണെങ്കിലും ട്രെയിനിലിരിക്കുമ്പോഴാണെങ്കിലും ജോലിയുടെ ഇടയിൽ എപ്പോഴെങ്കിലും കിട്ടുന്ന സമയത്താണെങ്കിലും നമുക്ക് ദേവിയെ ആരാധിക്കാൻ പ്രത്യേക സമയം വേണമെന്നില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ മനസ്സിൽ ദേവി ഉണ്ടെങ്കിൽ ദേവിയോട് കാര്യങ്ങൾ പറയാം, ദേവി അത് കേൾക്കും. അതിന് ആൺ പെൺ ഭേദമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ദേവി മഹാത്മ്യവും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ദേവി മഹാത്മ്യത്തിൽ വരുന്നത് ശത്രുദോഷമുള്ളവർക്കാണെങ്കിലും നമുക്ക് കഷ്ടപ്പാട് വരുന്നവർക്കാണെങ്കിലും ഒക്കെ ദേവി മഹാത്മ്യത്തിലെ കവചമുണ്ട്. ദേവി മഹാത്മ്യ കവചം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ ഇറങ്ങിയാലും നമുക്കൊരു കവചമായിട്ട് ആ മന്ത്രം നിൽക്കും. അപ്പോൾ ദേവി കവചം നമ്മൾ വായിക്കുന്നത് നല്ലത് തന്നെയാണ്. ലളിതാ സഹസ്രനാമം പോലെ തന്നെ ദേവി കവചവും നമുക്ക് ആൺ പെൺ ഭേദമില്ലാതെ നമുക്ക് കവചം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കവചം തന്നെയാണ്, ഒരു ദേവിയുടെ ഒരു പ്രൊട്ടക്ഷനാണ്. അപ്പോൾ അതിൽ ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട് ഗുരു ഇല്ലാതെ നമ്മളത് വായിക്കരുതെന്ന്. പക്ഷേ അവസാനം ദേവി തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മറ്റൊരു ഗുരുവിനെ കിട്ടില്ല, എന്നെ ഗുരുവായി. അപ്പോൾ ദേവിയെ ഗുരുവായി കണ്ട് നമ്മളത് വായിക്കുക. അപ്പോൾ അതിനകത്ത് ദേവി മഹാത്മ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രശ്ലോകത്തിൽ വരുന്നതാണ് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അത് അത്രയും മതി എല്ലാമായി. ദേവി മഹാത്മ്യം ഫുള്ള് വായിച്ചതിൻ്റെ ഒരു സത്താണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ സർവമംഗളങ്ങൾക്കും മംഗളയായ ദേവി ശിവേ, മംഗളം തരുന്നവളെ. അപ്പം അങ്ങനെയുള്ള ആ ദേവിയെ നമ്മൾ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ, പുരുഷാർത്ഥങ്ങളെല്ലാം പ്രദാനം ചെയ്യാൻ പറ്റുന്ന ആളാണ്. അപ്പം സർവാർത്ഥ സാധികേ ശരണ്യേ എന്ന് പറഞ്ഞാൽ ശരണം വേണ്ടവൾക്കൊക്കെ ശരണം തര, ശരണാഗതർക്കൊക്കെ ശരണം തര. ശരണ്യേ ത്രംബകേ, സൂര്യൻ ചന്ദ്രൻ അഗ്നി 3 കണ്ണുകൾ ത്രികാലം ഉള്ള അമ്മയാണ്. അപ്പം ശരണ്യേ ത്രയംബകേ ഗൗരി സ്വർണ്ണവർണ്ണമുള്ള ഗൗരി നാരായണി നമസ്തുതേ. ഇത് വളരെ എളുപ്പമാണ്. നമുക്കത് എവിടെ ഇരുന്ന് ഇങ്ങനെ 5 തിരിയുള്ള ഭദ്രദീപത്തിൻ്റെ മുന്നിലിരുന്ന് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക എനർജി വരും. അതിന് നമുക്ക് പറ്റാതെ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴാണോ നമുക്കത് പറ്റുന്നത് അപ്പോഴൊക്കെ ദേവിയെ വിളിക്കാം. അപ്പോൾ ആ സമയത്ത് ഒരു ഊർജം ഒന്നുമില്ലാതിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കുറച്ചെങ്കിലും ഒരു ചൈതന്യം എത്തുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് വിളക്ക് വേണം, പൂജാമുറി വേണം, അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്ന് കരുതണ്ട. നമ്മുടെ ഉള്ളിൽ ദേവിയെ ഈ രീതിയിലൊക്കെ പതുക്കെ ആ മന്ത്രങ്ങളൊക്കെ ഒന്ന് ചൊല്ലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദേവിയുമായിട്ട് നമുക്കൊരു സൗഹൃദം ഉണ്ടാക്കാൻ സാധിക്കും. അതിനാണ് പ്രധാനം. അപ്പോൾ ആ സൗഹൃദത്തിലൂടെ നമുക്ക് പിന്നെ ഗാഢമായൊരു ബന്ധം അവിടെ സ്ഥാപിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ പ്രൊട്ടക്റ്റഡായി നമ്മളുടെ എന്താവശ്യവും പറയാൻ വേറെ നമുക്ക് ആരുമില്ലെങ്കിലും ദേവി മാത്രം മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മളുടെ മനസ്സിൽ ചെന്നെത്തും. അവിടെയാണ് നമ്മളുടെ ജീവിത വിജയം. താങ്ക് യു മാം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം
സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.